അൻവറിന്റെ വാദം മരുമോനിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം എന്നുള്ളതാണ്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം CPM വിട്ടു. മരുമോനിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. മുഹമ്മദ് റിയാസിനെ കാണുന്നത് ഒരു മത്സരാർത്ഥി, സ്ഥാനാർത്ഥി, മന്ത്രി എന്നുള്ളതിനപ്പുറത്ത് ഈ ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രാതിനിധ്യമായി അതിൻ്റെ ഒരു സിമ്പലായി കാണുന്നുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം സർക്കാരിനോടുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് റിയാസിനെ ആയിരിക്കും. ഒന്ന്, ഭരണവിരുദ്ധ വികാരമില്ല. രണ്ട്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ഏത് രീതിയും സ്വീകരിക്കാം. എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെ വേണമെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഇനി അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് അതേ അർത്ഥത്തിൽ മറുപടി പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് സ്വാഭാവികമായിട്ടും ജനം ചിന്തിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വ്യക്തികൾ തമ്മിലുള്ള ഒരു കളരിപ്പയറ്റൊന്നുമില്ല, അത് ആശയ സംവാദമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുതന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ കൺസ്ട്രക്റ്റീവായി എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നെഗറ്റിവിറ്റിയോട് വലിയ താല്പര്യമില്ല. എന്താണ് നാടിന് വേണ്ടി ചെയ്യാനാവുക, ഇതാണ് പ്രധാനം. എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാനാവുക. ഇവിടെ അടിസ്ഥാന വികസനം മുതൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ആകുന്നത് വരെ ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ വരെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റും നടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനാണ്. വികസനത്തിൽ മാത്രമാണ് ഫോക്കസ്. രാഷ്ട്രീയമാണോ വികസനമാണോ ബേപ്പൂരിലെ ചർച്ച? ഇവിടെ രണ്ടു ചർച്ചയാണ്. വികസനം പ്രധാന ചർച്ചയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനത്തിന് വോട്ടുണ്ട്. അല്ല, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ബേപ്പൂരിനൊരു സവിശേഷ പ്രാധാന്യമുണ്ട്. 91 ബേപ്പൂർ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഡീലുകൾ സംബന്ധിച്ച ചർച്ചകളുടെ തുടക്കം എന്നൊക്കെ പറയാവുന്നതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആരോപണം LDFും BJP തമ്മിലുള്ള ഡീലുണ്ടെന്നാണ് VD സതീശൻ ആദ്യം ഉന്നയിച്ചു. പിന്നീട് അത് KC വേണുഗോപാൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ ആദ്യം മറുപടി നൽകി. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ആർക്കാണ് ഡീൽ എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തണം? ഇത് ഒരുപാട് ഗുണമാണ് LDFന്. ഒന്നാമത്തെ പ്രശ്നം, UDFന് പറയാനൊന്നുമില്ലാതെ, വികസനത്തിനെതിരെ പറയാനൊന്നുമില്ല, 10 കൊല്ലത്തെ ഭരണത്തിനെതിരെ പറയാനൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ അജണ്ട കൊണ്ടുവരുന്ന ഒരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കുണ്ട്. ഒന്ന്. രണ്ട്, ആരാണ് ഇവിടെ BJP ആയിട്ട് കൈകോർത്തത്, ഇതൊന്നുകൂടി പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇത് ബേപ്പൂരിൻ്റെ മണ്ണാണ്. 91 ഡോക്ടർ മാധവൻകുട്ടി. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ വടകര, അന്ന് ലോക്സഭയും നിയമസഭ ഒരുമിച്ച് വടകരയിൽ KG മാരാറിൻ്റെ ആത്മകഥയിൽ 40 മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചത്, തിരിച്ച് മഞ്ചേശ്വരം മറിച്ചത് ഒക്കെ പുറത്തു വന്നാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് നിയമത്ത് 2014 തുറന്നപ്പോൾ കോൺഗ്രസ് വോട്ട് മറിച്ചതാണ്. 2024 തൃശ്ശൂരിൽ ആദ്യമായി കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് BJP ജയിച്ചത് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി പറഞ്ഞാണ്. അതിൻ്റെ പേരിലൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായി. ചെറിയൊരു ആത്മാർത്ഥത BJP വിരുദ്ധ പോരാട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരെ നടപടിയെടുക്കണമായിരുന്നു. റിപ്പോർട്ട് തന്നെ പൂത്തി. അപ്പോൾ ഇതിങ്ങനെ UDF പറഞ്ഞുകൊണ്ടുണ്ടായ ഗുണം ഇതൊക്കെ ജനങ്ങളോട് നന്നായിട്ട് പറയാൻ പറ്റുന്നു. പിന്നെ ഇതൊക്കെ കർണാടക ഇപ്പോഴത്തെ കാര്യം, അത് ഇപ്പം തന്നെ ഇപ്പം കർണാടക ഇപ്പോഴത്തെ കാര്യം എടുത്ത് അവിടെ 3000 മുസ്ലിം ജനവിഭാഗങ്ങളെ ബുൾഡോസർ ഇട്ട് ഒരു വീട് തകർക്കുക. ഇവിടെ നേറ്റിവിറ്റി കാർഡ് ഇറക്കുക LDF ഗവൺമെൻറ്. അവിടെ നേറ്റിവിറ്റി കാർഡ് ഇറക്കുന്നില്ല. ഇവിടെ ഒരു അഷ്വറൻസാണ് ഏത് മലയാളിക്കും ഈ നാട് വിട്ടു പോകാതിരിക്കാനുള്ള ഒരു അഷ്വറൻസ് ഉറപ്പുവരുത്തുന്നു. അതുപോലെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് വിജ്ഞാപനം ഇവിടെ ഇറക്കുന്നു. അവിടെ അതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നു.